ഹോർമൂസ് കടലിടുക്കാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം. ഹോർമൂസ് കടലിടുക്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, ഒരു ഓലപ്പടക്കമെങ്കിലും പൊട്ടിയാൽ ലോകരാജ്യങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് ഇന്ത്യ, വലിയ പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എത്ര കാലം ഇങ്ങനെ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിക്കും എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. ഇപ്പോഴിതാ ഇന്ത്യ വലിയ ഒരു വമ്പൻ നീക്കം തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കവും ഊർജ്ജ പ്രതിസന്ധിയും ലോകത്തെ മുഴുവനും ആശങ്കയിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വിതരണ തടസ്സങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ സ്വയം പര്യാപ്തതയിലേക്കാണ് നീങ്ങുന്നത്. ഈ സാഹചര്യത്തിനിടയിൽ ഊർജ്ജ വിതരണം തടസ്സമില്ലാതെയും സുരക്ഷിതമായും നിലനിർത്തുന്നതിനായി ഒമാനും ഗുജറാത്തിനും ഇടയിൽ ഒരു നീണ്ട അണ്ടർ വാട്ടർ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള ഒരു അഭിലാഷ പദ്ധതി ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് മറികടന്ന് ഇന്ത്യയിലേക്ക് ഒരു തടസ്സവുമില്ലാതെ ഗ്യാസ് വിതരണം നടത്തുന്ന ഒരു പദ്ധതിയാണിത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ പദ്ധതി പ്രകാരം അറബിക്കടലിന്റെ അടിത്തട്ടിൽ നിന്ന് 2000 കിലോമീറ്റർ നീളമുള്ള ഒരു ആഴക്കടൽ വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കും. ഒമാനെയും ഗുജറാത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി വാർത്തകളിൽ ഇടം നേടിയ ഒരു പദ്ധതിയായിരുന്നു. എന്നാൽ ഉയർന്ന ചെലവ്, സാങ്കേതിക തടസ്സങ്ങൾ, വാണിജ്യ ബുദ്ധിമുട്ടുകൾ എന്നിവ കാരണം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്ന സ്വകാര്യ ഗ്രൂപ്പായിട്ടുള്ള SAGE, അതായത് സൗത്ത് ഏഷ്യ ഗ്യാസ് എന്റർപ്രൈസസ് നടത്തിയ കടൽ തീര സർവേ, സാമ്പത്തിക പഠനം എന്നിവ പൂർത്തിയാക്കിയതോടെ പദ്ധതിക്ക് പുതിയൊരു ഗതിവേഗം ലഭിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു കണക്കനുസരിച്ച് ഈ ഭഗീരഥ പ്രയത്നത്തിന് ചെലവ് ഏകദേശം 40,000 കോടി രൂപയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ കടൽപാതകളിൽ ഒന്നായിരിക്കും ഈ ഒമാൻ ഗുജറാത്ത് ആഴക്കടൽ വാതക പൈപ്പ് ലൈൻ. ഇത് ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ പ്രകൃതിവാതകം വിതരണം ചെയ്യും. ഈ പൈപ്പ് ലൈനിന്റെ നിർമ്മാണം ഗൾഫ് രാജ്യങ്ങൾക്കും ഇന്ത്യക്കും ഇടയിൽ നേരിട്ടുള്ള ഊർജ്ജ ഇടനാഴി സ്ഥാപിക്കും. ഇത് ഹോർമൂസിനെ ഇന്ത്യ ആശ്രയിക്കുന്നത് വളരെയധികം കുറയ്ക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.